ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താ വെച്ചാൽ കട്ട്കൽക്കി സബ്ജിയാണ്. കട്ട്കൽക്കി സബ്ജി എന്ന് പറഞ്ഞാൽ ഇടിയും ചക്ക കൊണ്ടുള്ള കൂട്ടാൻ. അതായത് ഇടിയും ചക്ക കൊണ്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കും, അതെല്ലാം വ്യത്യാസമുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന കട്ട്കൽക്കി സബ്ജി വളരെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നല്ല ടേസ്റ്റാണ്, നല്ല സ്വാദാണ്, ഭയങ്കര സ്വാദ്. ചിക്കൻ മട്ടൺ എന്ന് പറഞ്ഞിട്ടാണ് അവർ കഴിക്കുന്നത്. ചിക്കനേക്കാളും മട്ടനേക്കാളും സ്വാദുണ്ട് എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്, പക്ഷെ കൂട്ടാൻ ഞാൻ ഉണ്ടാക്കാം, നല്ല സ്വാദുണ്ട്, ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് കിച്ചണിൽ പോയി നോക്കാം കേട്ടോ. ഇത് ഇടിയും ചക്ക നോക്കാം, നന്നാക്കി തൊലിയെത്തി അതിന് നുറുക്കി കഷ്ണങ്ങളാക്കി, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിക്കോളൂ കേട്ടോ. അങ്ങനെയുള്ള കഷ്ണങ്ങളാക്കി നല്ലോണം കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഇത് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് എണ്ണയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന സബ്ജി ആയിരുന്നു, എണ്ണ ഒഴിച്ചു ആ എണ്ണയിൽ ഈ ഇടിയും ചക്ക ഫ്രൈ ചെയ്യുക. ഇത്തിരി ഉപ്പ് വരട്ടിക്കോളൂ കേട്ടോ. ഉപ്പ് വരട്ടിയിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ കൂടുതൽ നല്ലതാണ്. എന്താ കാരണം വെച്ചാൽ സ്വാദ് കൂടും. അപ്പോൾ ഇടിയും ചക്കയിൽ ഞാൻ ഉപ്പ് വരട്ടി എന്നിട്ടാണ് അത് ഫ്രൈ ചെയ്യണം. നോക്കിക്കോളൂ, എണ്ണയിലിട്ടു ഇനി ഇളക്കണം. ഇളക്കാണ്ട് ഇരിക്കരുത്, ഇളക്കി നോക്കണം കേട്ടോ. ഇളക്കി അത് ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്യണം. ഇതാ ബ്രൗൺ കളറായി. അപ്പോൾ അത് വാങ്ങിട്ടോ, കടായിൽ നിന്ന് വാങ്ങി ഒരു പ്ലേറ്റിലിട്ടു ഇടിയൻ ചക്ക. ഇടിയൻ ചക്കയുടെ ഭയങ്കര ടേസ്റ്റാണെന്ന് പറയണേ ഈ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് കറി ഉണ്ടാക്കിയാൽ. വളരെ സ്വാദാണ്. ഇതാ വെളുത്തുള്ളി ഒരു ഏലക്കായി ഇട്ടു, 2 കരിയാമ്പൂ ഇട്ടു, അതുപോലെ പട്ട വേണമെങ്കിൽ ഇടാം ഒരു കഷ്ണം, അതുപോലെ വെളുത്തുള്ളി ഇടാം, ഒന്ന് മൂപ്പിക്കാം. ഏറ്റവും മിനിമം ഇട്ടാൽ മതി സാധനങ്ങൾ. അത് കഴിഞ്ഞാൽ അത് ഏതാണ്ട് മൂപ്പായി കഴിഞ്ഞാൽ ഒരു നുള്ളു ജീരകം, പെരുംജീരകം ഒക്കെ ഇടണം. ജീരകവും പെരുംജീരകവും ഒക്കെ ഇടാം. അത് മൂത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അരിഞ്ഞ് വെച്ച ഉള്ളി, ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയുണ്ട്, സബോള നല്ലോണം ഇട്ടോളൂ. സബോള എത്ര ഇടണോ അത്രയും നല്ലതായിട്ട് സബോള ഇട്ടു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ സബോളയുടെ ഒപ്പം ഇഞ്ചി ഇടുക. പച്ചമുളക് ഇടണ്ട, പച്ചമുളക് ഇട്ടാൽ ഭയങ്കരമായിട്ട് സ്മെല്ല് വരും, നമുക്ക് തൊണ്ടയും മുക്കൊക്കെ ഒന്നൊക്കെ വെള്ളം വരും. അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് പച്ചമുളക് ഇടണ്ട, ഇഞ്ചി ഇട്ടാൽ മതി. നല്ലോണം വഴറ്റുക. സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി നല്ലപോലെ വഴറ്റുക. അത് എന്നിട്ട് എന്ത് ചെയ്തു ഒരു ബ്രൗൺ കളർ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ പച്ചമുളക് കയ്യിലിട്ടോ. അത് കഴിഞ്ഞ് തക്കാളി ഇടാം. പച്ചമുളക് ഇട്ടു, തക്കാളി ഇട്ടോ. നല്ല പോലെ ഇളക്കുക. തക്കാളി ഇട്ട് നല്ല പോലെ ഇളക്കുക. തക്കാളി 2 തക്കാളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചത്. 2 തക്കാളി മുഴുവൻ ഇട്ടില്ല, എന്നാലും ഒന്നര തക്കാളി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കണം. ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി നല്ലോണം വഴണ്ട് നല്ല പാകമായിട്ട് വരണം. നല്ല പാകമായിട്ട് വന്നു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൽ മുളക് പൊടി ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, മല്ലിപ്പൊടി ഇടണം, ഗരം മസാല ഇടണം. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ടാൽ വളരെ നല്ലതാണ്. അത് സാറില്ല, ചിക്കൻ മസാലയുടെ ആവശ്യമില്ല, എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ ഇട്ടിട്ടില്ല. മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, നെക്സ്റ്റ് ചില്ലി പൗഡർ ഒക്കെ ഇട്ടു, എല്ലാം ഇട്ടു, എല്ലാ പൊടികളും ഇട്ടു. ഇത് നല്ലപോലെ ഇളക്കി ആ പച്ചച്ചോയ പോട്ടെ കേട്ടോ. കുരുമുളക് പൊടി ഇടാൻ മറന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ കുരുമുളക് പൊടി മസ്റ്റാണ്. കുരുമുളക് പൊടിക്ക് നല്ലൊരു സ്വാദുണ്ട് ഈ മസാലക്കറികളിലൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് കുരുമുളക് പൊടി ഇട്ടു. നല്ല പോലെ ഇളക്കുക, എല്ലായിടത്തേക്കും എത്തട്ടെ, എല്ലാ സ്ഥലത്തേക്കും എത്തട്ടെ. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഗ്രേവി വേണ്ടേ നമുക്ക് കൂട്ടാനിന്. ഇപ്പോൾ ചക്ക വറുത്ത് വെച്ചു, ഇനി അത് കഴിഞ്ഞാൽ കൂട്ടാനിന് വെള്ളം വേണ്ടേ. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കേണ്ടതല്ലേ. അപ്പോൾ വെള്ളം ഒഴിക്കുക, 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര വെള്ളം. അതുപോലെ വെള്ളം കുറേ മുക്കി ഒഴിക്കരുത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, നല്ല പോലെ ഇളക്കുക. ഇളക്കിയിട്ട് അത് തിളയ്ക്കുമ്പോൾ ചക്ക ഇരിക്കില്ല കേട്ടോ. എന്നിട്ട് ചക്ക അതിൽ കിടന്ന് വേവിട്ട് അടച്ചു വയ്ക്കുക. ഒന്ന് ഇളക്കിയിട്ട് ചക്ക അടച്ചു വയ്ക്കുക. ചക്ക ഒന്ന് ചക്കയുടെ വേവ് കഴിഞ്ഞു വറുത്തിട്ട്, എന്നാലും ഒന്നും കൂടി അതിൽ കിടന്ന് നല്ല ടേസ്റ്റ് വെച്ചിട്ട് അടച്ചു വെച്ചു. ചക്ക വെന്തു. ഇനി അതിൽ മല്ലിയുടെ ഇല തൂവി അത് കഴിഞ്ഞ് അത് ഞാൻ കട്ടോരിയിലേക്ക് ബൗളിലേക്ക് പകർത്തിയിട്ട് കാണിച്ചു തരാം. നല്ല സ്വാദുള്ള കൂട്ടാനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. അപ്പോൾ കട്ട്കൽ, അതായത് ഇടിയൻ ചക്കയുടെ സബ്ജി കലായി. എന്താ എൻ്റെ ഇതൊക്കെ കണ്ടാൽ മട്ടനാ ചിക്കനാന്നൊക്കെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നണം. നോക്കിക്കോളൂ കേട്ടോ. ഭയങ്കര സ്വാദാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും, നാനിനും എല്ലാത്തിനും നല്ല. ഏത് ഫ്രൈഡ് റൈസിനും ഒക്കെ നല്ലതല്ലേ. ഒരു ചിക്കൻ നമ്പർ 1 ഫസ്റ്റ് വലുതാണ്.
നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും നോക്കണം. അപ്പം എല്ലായിടത്തും ഇടിയഞ്ചക്ക കിട്ടും. അത് കാരണം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ, ഷെയർ ചെയ്യോ.